ഹായ് എവ്രി വൺ. നമ്മളെന്താ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? റിസർച്ച് മെത്തഡോളജിയുടെ നമ്മുടെ റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണല്ലേ. റിസർച്ച് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. പ്രൈമറിലി നമ്മൾ മൂന്നാക്കി തരംതിരിക്കുന്നു. ദെൻ അനദർ ക്ലാസിഫിക്കേഷൻസ് ഒരു 4 ടൈപ്സ് നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ 10 രീതിയിൽ ആണ് റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്യണത്. ഫസ്റ്റ് വൺ ലബോറട്ടറി റിസർച്ച്, സെക്കൻഡ് വൺ എക്സ്പോസ് ഫാക്ടോ റിസർച്ച്, തേർഡ് വൺ ആക്ഷൻ റിസർച്ച്, ഫോർത്ത് വൺ ഫീൽഡ് ഇൻവെസ്റ്റിഗേഷൻ, ഫിഫ്ത്ത് വൺ ഇവാലുവേഷൻ റിസർച്ച്, സിക്സ്ത് വൺ ലൈബ്രറി റിസർച്ച്, സെവൻത്ത് വൺ ഡയഗ്നോസ്റ്റിക് റിസർച്ച്, then 8th technological research, 9th policy research, then the last one 10th historical research. ഇതിൽ നമ്മൾ ആദ്യം പറയാൻ പോണത് ലബോറട്ടറി റിസർച്ച്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഔട്ട്ലൈൻ പറയുമ്പോൾ പറഞ്ഞതാണ്. പല കാറ്റഗറിയിലും മേ ബി എന്ത് വരാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് എനിക്കറിയാം. കാരണം പല രീതിയിലാണ് നമ്മൾ, പല ബേസിസിലാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യണത്. സോ ഫസ്റ്റ് വൺ പറയണത് ലബോറട്ടറി റിസർച്ച്. ഈ ലബോറട്ടറി റിസർച്ചിന് തന്നെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയണത്. ഓക്കെ, ലബോറട്ടറി റിസർച്ചിന് തന്നെയാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയണത്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ ലബോറട്ടറീസ്. ലബോറട്ടറീസിലാണ് ലബോറട്ടറി റിസർച്ച്, അതായത് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യണത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ സോഷ്യൽ സയൻസസ് ഓൾസോ. സോഷ്യൽ സയൻസസിലും, അതായത് സൊസൈറ്റിയുടെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എലമെൻസിനെയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ബിഹേവിയറൽ ഇതിലൊക്കെ നമ്മൾ എക്സ്പെരിമെൻസുകൾ കണ്ടക്ട് ചെയ്യാനും ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ലബോറട്ടറി റിസർച്ചിൽ എന്താ പറയണത്? ലബോറട്ടറി റിസർച്ച് എന്നുള്ളത് എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്. ഈ എക്സ്പെരിമെൻ്റൽ റിസർച്ച് സോഷ്യൽ സയൻസസിലും യൂസ്ഫുള്ളാണ്. അതേപോലെ നമ്മുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ, അതേപോലെ കെമിസ്ട്രി, ഫിസിക്സ് അത്തരം ഡിസിപ്ലിൻസിലൊക്കെ ലബോറട്ടറി റിസർച്ചാണ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എന്താ പറയണത്? ലബോറട്ടറി റിസർച്ച് എന്ന് പറയണത് എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്. ഇത് ലബോറട്ടറീസിലാണ് കണ്ടക്ട് ചെയ്യണത്. ഇപ്പം നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി അത്തരം ഡിസിപ്ലിൻസിലൊക്കെയാണ് മേജറായിട്ട് യൂസ് ചെയ്യുന്നത്. ബയോളജിക്കൽ സയൻസ് അത്തരം കാര്യങ്ങളിലൊക്കെ. ദെൻ സോഷ്യൽ സയൻസിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെല്ലാം എന്ത് യൂസ് ചെയ്യാം? ലബോറട്ടറി റിസർച്ച് യൂസ് ചെയ്യാം. ദെൻ ദ സെക്കൻഡ് വൺ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ബേസ്ഡ് ഓൺ അനലറ്റിക്കൽ ആൻഡ് സയൻറ്റിഫിക് എക്സാമിനേഷൻ. അനലറ്റിക്കലും സയൻറ്റിഫിക്കും ആയിട്ടുള്ള എക്സാമിനേഷൻസിനെയാണ് ഏതിലൂടെ പഠിക്കണത്? എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ചിൽ. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സയൻറ്റിഫിക്കലി നമ്മൾ എക്സാമിൻ ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയണത്? എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയണത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇല്ലേ, അതായത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസ്, നമ്മുടെ കമ്പനീസ്, എൻറ്റിറ്റീസൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യും? അഡ്വർടൈസ്മെൻറ്റ് നടത്തും. എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത് അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ, പ്രൊമോഷണൽ ആസ് എ പ്രൊമോഷണൽ മെഷർ എന്നുള്ള രീതിയിലാണ് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത്. അതായത് പ്രൊമോഷണൽ മെഷേഴ്സിലൂടെ എന്താണ് ശ്രമിക്കുന്നത്? സെയിൽസ് വോളിയം കൂട്ടുക, സെയിൽസ് എന്നുള്ള റവന്യൂ കൂട്ടുക, കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ എൻഹാൻസ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ അതോടുകൂടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ബിക്കോസ് വൈൽ ദ സെയിൽസ് വാല്യൂ മേ ബി ട്രീറ്റഡ് ആസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓൺ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പഠിക്കുകയാണ്. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും അതേപോലെ സെയിൽസിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് സെയിൽസിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും ആണ് നമ്മൾ ആ 2 വേരിയബിളാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ സെയിൽസ് എന്ന് പറയുന്നതോ അഡ്വർടൈസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇല്ലേ? അതായത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഇൻഡിപെൻഡൻറ്റും സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, സെയിൽസ് വോളിയം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റും സെയിൽസും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ അനലറ്റിക്കലി നമ്മൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയണത്? എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ
This is an empirical research and the researcher does not have any control over variables. ഇതൊരു എംപെരിക്കൽ റിസർച്ചാണ്. സോളിഡ് എവിഡൻസിനെ, ഒബ്സർവേഷൻസിനെ, റിയൽ ലൈഫ് എക്സ്പീരിയൻസസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദ റിസർച്ചർ ഡസ് നോട്ട് ഹാവ് എനി കൺട്രോൾ ഓവർ വാരിയബിൾസ്. റിസർച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ ഇവിടെ സെയിൽസ് വാല്യൂ ആണ്. ഡിപ്പെൻഡൻറ്റ് വാരിയബിളിനെ അല്ലെങ്കിൽ ആ സെയിൽസ് വോളിയത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ റിസർച്ചർക്ക്? ഇല്ല. അത് ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വാരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സയൻറ്റിഫിക്കലി അനലറ്റിക്കലി പഠിക്കുന്നതിനെയാണ് എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ഇതൊരു എംപെരിക്കൽ റിസർച്ചാണ്. റിസർച്ചർക്ക് എന്തിന് കഴിയില്ല? ആ വാരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയില്ല. ദെൻ ദ തേർഡ് വൺ എന്താ പറയണത്? ആക്ഷൻ റിസർച്ച്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആക്ഷൻ റിസർച്ച് അല്ലെങ്കിൽ അപ്ലൈഡ് റിസർച്ച് എന്നുള്ള കാറ്റഗറിയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുതന്നെയാണ് പറയണത്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, നമ്മുടെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഫിനോമിനനിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു ഡയറക്റ്റ് ആക്ഷൻ ത്രൂ കണ്ടക്ട് ചെയ്യാവുന്ന റിസർച്ചിനെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ആക്ഷൻ റിസർച്ച് ഹെൽപ്സ് ദ റിസർച്ചർ ടു ലേൺ ഹൗ ടു സോൾവ് പ്രോബ്ലംസ് ഒബ്ജക്റ്റീവ്ലി ആൻഡ് അപ്ലൈ ഇറ്റ് സൊല്യൂഷൻസ് ഇൻ പ്രാക്ടിക്കൽ ലൈഫ്. എന്താ പറയണത്? ആക്ഷൻ റിസർച്ച് എന്തിനു സഹായിക്കുന്നുണ്ട്? എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് കണ്ടെത്തുക, ഒബ്ജക്റ്റീവ്ലി നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാം എന്നത് റിസർച്ചറിനെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ദെൻ പ്രാക്ടിക്കൽ ലൈഫിൽ, നമ്മുടെ റിയൽ ലൈഫിൽ അത്തരം സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, അത്തരം പ്രോബ്ലംസ് അറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സൊല്യൂഷൻസ് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ദ ഫോർത്ത് വൺ, ഫീൽഡ് റിസർച്ച്. വാട്ട് ഈസ് ഫീൽഡ് റിസർച്ച്? ഫീൽഡ് റിസർച്ചിൽ എന്താ പറയണത്? ഫീൽഡ് എക്സ്പെരിമെൻറ്റ്സ് ആർ കണ്ടക്റ്റഡ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ഫീൽഡ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിലാണ്. ഈ ഫീൽഡ് റിസർച്ചുകൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് മോർ റിയലിസ്റ്റിക്. ഇത് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് നോട്ട് ഓൺലി ഇൻ സോഷ്യൽ സയൻസസ് റിസർച്ച് ബട്ട് മാനേജറിയൽ റിസർച്ചസിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഫീൽഡ് റിസർച്ചുകൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫീൽഡ് റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ ബേസ് ചെയ്താണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് റിയലിസ്റ്റിക് ആണ്. ഫീൽഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു സോഷ്യൽ റിസർച്ച് അല്ലെങ്കിൽ സോഷ്യൽ സയൻസസ് ഒക്കെയാണ് വരിക. സോഷ്യൽ സയൻസസിൽ മാത്രമല്ല, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റീനെയൊക്കെ സംബന്ധിച്ച് ഒരു മാനേജറിയൽ റിസർച്ചിലും എന്ത് അപ്ലിക്കബിൾ ആണ്? ഫീൽഡ് റിസർച്ച് അപ്ലിക്കബിൾ ആണ്. ഇനി നമ്മുടെ ഫിഫ്ത്ത് വൺ, ഇവാലുവേഷൻ റിസർച്ച്. എന്താ ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ചെയ്ത് വച്ചിട്ടുള്ള ഒരു വർക്കിനെ, നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതിന് ആ ഒരു പർപ്പസോട് കൂടിയിട്ടാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയണത്? ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇവാലുവേഷൻ റിസർച്ച് ഈസ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഇവാലുവേറ്റിംഗ് എ പ്രൊജക്റ്റ് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ ഇംപ്ലിമെൻറ്റഡ് or a work that has already been carried out. ഓൾറെഡി ക്യാരി ഔട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കിനെ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസിലാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യണത്? ഇവാലുവേഷൻ റിസർച്ച് കണ്ടക്ട് ചെയ്യണത്. ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ദി ഇവാലുവേഷൻ ഓഫ് ആക്ച്വൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി. നമ്മുടെ ആക്ച്വൽ ഓപ്പറേഷണൽ എഫിഷ്യൻസീസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വെരി യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇവാലുവേഷൻ റിസർച്ച് ഫോർ എക്സാമ്പിൾ പെർഫോമൻസ് ഇവാലുവേഷൻ, ജോബ് ഇവാലുവേഷൻ, പ്രോഗ്രാം ഇവാലുവേഷൻ, റിവ്യൂ ടെക്നിക്, ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? ഇവാലുവേഷൻ റിസർച്ചിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ എന്താ ഫിഫ്ത്ത് വൺ പറഞ്ഞത്? ഇവാലുവേഷൻ റിസർച്ചാണ്. ഇവാലുവേഷൻ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കിനെ, ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് ഇവാലുവേഷൻ റിസർച്ച് കണ്ടക്ട് ചെയ്യണത്. ഇത് നമ്മുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുക,
പ്രോഗ്രാംസിനെ ഇവാലുവേറ്റ് ചെയ്യുക, റിവ്യൂ ടെക്നിക്സുകൾ യൂസ് ചെയ്യുക, അതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? ഇവാലുവേഷൻ റിസർച്ചിൻ്റെ ഭാഗമാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 6th വൺ ലൈബ്രറി റിസർച്ച്. ലൈബ്രറി റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ അല്ലെങ്കിൽ ഒരു റിസർച്ചർ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് സെക്കൻഡറി സോഴ്സസിനെ അല്ലെങ്കിൽ ലൈബ്രറി സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പേരിൽ പറയണത്? ലൈബ്രറി റിസർച്ച് എന്നുള്ള പേരിൽ പറയണത്. ദാറ്റ് മീൻസ് ദ ലൈബ്രറി റിസർച്ച് ബേസ്ഡ് ഓൺ ഡാറ്റ, ഡോക്യുമെൻറ്റേഷൻ, മെറ്റീരിയൽസ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ ലൈബ്രറി. ഒരു ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ, ഡോക്യുമെൻറ്റേഷൻസ്, മെറ്റീരിയൽസ് അതെല്ലാം യൂസ് ചെയ്താണ് ഒരു റിസർച്ചർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് മെയിൻലി ഹീസ് ഫോക്കസ് ഓൺ സെക്കൻഡറി ഡാറ്റ അല്ലെങ്കിൽ ലൈബ്രറി സോഴ്സസിനെ ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ലൈബ്രറി റിസർച്ച് എന്ന് പറയണത്. ആൻഡ് ഇപ്പോൾ ഒരുപാട് റിസർച്ചേഴ്സ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ ലൈബ്രറി റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ആണ്. കാരണം നമുക്ക് ഓൾറെഡി ഡാറ്റ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് വെച്ച് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് കൺവീനിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസർച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നൗഡേയ്സ് മെനി ഓഫ് ദ റിസർച്ചേഴ്സ് മേക്ക് യൂസ് ഓഫ് ദിസ് മെത്തേഡ്. ദിസ് മെത്തേഡ് മീൻസ് ലൈബ്രറി റിസർച്ച്. യെസ്, നമ്മുടെ 7th വണ്ണാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. ഡയഗ്നോസ്റ്റിക് റിസർച്ചിൽ എന്താ പറയണത്? നമ്മൾ ഡയഗ്നോസ് ചെയ്യാണ്. ഡയഗ്നോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഡോക്ടർ ഇപ്പോൾ എന്താ നമുക്ക് പനിയായി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സിംറ്റംസ്, അല്ലെങ്കിൽ എന്ന് മുതൽ തുടങ്ങി, എന്തൊക്കെ നമ്മുടെ ഫീലിങ്സ് എന്താ, നമ്മുടെ അസ്വസ്ഥതകൾ എന്താണെന്നൊക്കെ ചോദിച്ചറിയും. സോ അവരെന്ത് ചെയ്യാണ്? അവിടെ എക്സാക്റ്റ് നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാണ്, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഇൻഡെപ്തായിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ അതിനെ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ വേരിയബിൾസിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഡ്രോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയണത്. ഇറ്റ് ഈസ് സിമിലർ ടു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ബട്ട് വിത്ത് എ ഡിഫറെൻറ്റ് ഫോക്കസ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് സിമിലർ ആണ്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ഫോക്കസ് ആണ്. കാരണം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ദ 8th വൺ ടെക്നോളജിക്കൽ റിസർച്ച്. ടെക്നോളജിക്കൽ റിസർച്ചിൽ എന്താ പറയണത്? ഇറ്റ് കൺസിസ്റ്റ് ലാർജ്ലി ഓഫ് ദി അപ്ലിക്കേഷൻ ഓഫ് ദി previously listed kinds of research to immediate need of business or industry. ഇപ്പോൾ നമ്മൾ ഇത്രയും ഒരുപാട് റിസർച്ചുകളെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് പറഞ്ഞു, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് പറഞ്ഞു, ഇല്ലേ? അത്തരം റിസർച്ചുകളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഇമ്മീഡിയറ്റ് നീഡിന്, അതായത് ഒരു ബിസിനസ്സിന്, ഒരു എൻറ്റിറ്റിക്ക്, ഒരു ഇൻഡസ്ട്രിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്നൊരു പ്രോബ്ലം സോൾവ് ചെയ്യണം. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിസർച്ചേഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ടെക്നോളജിക്കൽ റിസർച്ച് എന്നുള്ളൊരു പേരിൽ പറയണത്. ദെൻ ദ 9th വൺ പോളിസി റിസർച്ച്. പോളിസി റിസർച്ച് എന്ന് പറയണത് നമ്മുടെ റിസർച്ചിൻ്റെ ബേസിക് പർപ്പസ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാണ്, പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അതിനെയാണ് പോളിസി റിസർച്ച് എന്ന് പറയണത്. ഇറ്റ് ഈസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് പോളിസി ഇംപ്ലിക്കേഷൻസ്. The results of such studies are used as indices for policy formulation and implication. നമ്മളൊരു പോളിസി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് എന്തിനു വേണ്ടിയാണ് കണ്ടക്ട് ചെയ്യണത്? നമുക്ക് പോളിസി ഫോർമുലേറ്റ് ചെയ്യണം, പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത്തരം കാര്യങ്ങൾക്ക് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാണ്, ഒരു സ്റ്റഡി നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റഡിയുടെ ബേസിക് കൺസേൺ പോളിസി ഫോർമുലേഷൻ, പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പോളിസി റിസർച്ച് എന്ന് പറയണത്. ദെൻ ദി ലാസ്റ്റ് വൺ നമ്മുടെ 10th വൺ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യണത്? ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെയാണ് ഫോക്കസ് ചെയ്യണത്. നമ്മുടെ പാസ്റ്റ് ഡാറ്റേനെ ബേസ് ചെയ്ത് നമ്മൾ ഫ്യൂച്ചറിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ പ്രസൻറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയണത്? ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയാം.
ഇപ്പോൾ ഏറ്റവും നമ്മുടെ മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും ഇല്ലേ? അതെന്തിനെ ബേസ് ചെയ്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക? ഇന്ന് 2020 ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഇപ്പോൾ 100 അതിൻ്റെ സെയിൽസ് 100 സെയിൽസ് വോളിയം എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ 2021 അടുത്ത വർഷം അതിന് എത്രയായിരിക്കും, എത്ര ഡിമാൻഡ് ഉണ്ടായിരിക്കും, അത് നമ്മൾ എന്ത് ചെയ്യും? ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് അടുത്ത വർഷം എന്താവും എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് എന്തിനെ ബേസ് ചെയ്താൽ? കഴിഞ്ഞ വർഷം ഇപ്പം എന്തായിരുന്നു അല്ലെങ്കിൽ ഈ വർഷം എന്താണ് എന്നുള്ളതിനെ നോക്കിയിട്ടാണ്. സോ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയണത് പാസ്റ്റ് ഡാറ്റേനെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സോ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് കൺക്ലൂഡ് ചെയ്യാണ്. റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.